സോ എൻ സി യു ഐയുടെ രണ്ട് വിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ആ രണ്ട് വിങ്ങിലെ ഫസ്റ്റ് വിങ് എന്ന് പറയുന്നത് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ്. സെക്കൻഡ് വിങ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. സോ രണ്ടിൻ്റെയും ആ വേർഡിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരുടെ പേർപ്പസ് ഓഫ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ ലെറ്റ് us മൂവ് ഓൺ ടു NCCE. 1958 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദ മേജർ ഒബ്ജക്റ്റീവ് ഇസ് ടു ഓർഗനൈസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഫോർ ഓൾ ദോസ് ഹു ആർ അസോസിയേറ്റഡ് വിത്ത് ദ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ്. കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ദേ ഓഫേഴ്സ് പെഡഗോഗിക്കൽ programs and capacity building programs for the trainers who are imparting member education programs in the village cooperative societies. ഇവരുടെ മെയിൻ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വില്ലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലോട്ട് മെമ്പർ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന വ്യക്തികളിലോട്ട് അല്ലെങ്കിൽ ട്രെയിനേഴ്സിന് ഇത്തരത്തിലുള്ള പെഡഗോഗിക്കൽ പ്രോഗ്രാംസും കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് NCCയുടെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഈ സ്ഥാപനം ചില കോഴ്സസും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ ദ ചെയർമാൻ ഡയറക്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻസ് ആൻഡ് ഓറിയൻറ്റേഷൻ കോഴ്സസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഫോർ യൂണിവേഴ്സിറ്റി കോളേജ് ലെക്ചേഴ്സ് ആൻഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓഫ് ജൂനിയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ്. അപ്പം ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന ചില പ്രോഗ്രാമുകളെ കുറിച്ചാണ് പറയുന്നത്. ചില ഡിപ്ലോമ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്, ലീഡർഷിപ്പ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സിന് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാംസുകളും ഒക്കെ ഈ NCCE അറേഞ്ച് ചെയ്തതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. NCCയുടെ ലക്ഷ്യങ്ങളെ ഒന്ന് ബ്രീഫ് ചെയ്തിരിക്കുകയാണ് അവിടെ. ടു എഡ്യൂക്കേറ്റ് ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അസോസിയേറ്റ് വിത്ത് ദ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് ഇൻ ദ കൺട്രി. നമ്മൾ ഓൾറെഡി കണ്ട കാര്യം വീണ്ടും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. To design and offer programs for the capacity building of the trainers who are imparting member education programs in the village cooperative societies. Already നമ്മൾ ഇവിടെ കണ്ട ആ കാര്യത്തെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. And next one is to design and offer programs for the education of cooperative personnel for the development of various aspects of cooperative societies in the country. അപ്പം ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് നടത്താനായിട്ട് പോകുന്ന ആളുകൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അത് ഓഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഈ പറയുന്ന NCCയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ടു എക്വിപ്പ് ദി ട്രെയിനേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വിത്ത് ദ ടീച്ചിങ് മെത്തഡോളജി ആൻഡ് നോളജ് ഓഫ് കോപ്പറേഷൻ. ശരിക്കും ട്രെയിനേഴ്സിന് നന്നായിട്ട് എക്വിപ്പ് ചെയ്യുക, അവരെ ഈ പറയുന്ന കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കൊടുക്കാനുള്ള ആ ഒരു പ്രാപ്തി അവരിലോട്ട് ആക്കിയെടുക്കുക എന്നുള്ളത്, ട്രെയിനേഴ്സിനെ ആക്കിയെടുക്കുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഓഫേഴ്സ് ഫാക്കൽറ്റി ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സൂപ്പർവൈസറി പേഴ്സൺസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇറ്റ് ഇമ്പാർട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ്. അതായത് മറ്റൊന്നുമല്ല, ഈ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ട്രെയിനിങ് നടത്തുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലെ സൂപ്പർവൈസറി പേഴ്സൺസിനും ട്രെയിനിങ് കൊടുക്കുന്ന ജോലിയും ചെയ്യുന്നത് NCCE ആണ്. NCCE ആണ് അവരുടെ ലാസ്റ്റായിട്ട് പറയുന്നത്. ദേ പ്രൊവൈഡ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് മാനേജീരിയൽ സ്കിൽസ് അമംഗ് ദി മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു നല്ലൊരു സ്കില്ലാണ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ്. അത് നിങ്ങളൊരു പക്ഷേ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ലീഡർഷിപ്പിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ട്രെയ്റ്റ്സ് ഇൻ ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ടേമുകളൊക്കെ ഉണ്ട്. ട്രെയ്റ്റ്സ് ഇൻ ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ടേംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലർക്ക് ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റ് ഉണ്ടാവും ലീഡർഷിപ്പിൽ, ചിലർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. എനിവേ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള മെമ്പർ സൊസൈറ്റീസിലെ മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ സ്കില്ലുകൾ കുറച്ചുകൂടെ കൂട്ടാൻ സാധിക്കും. നമ്മൾ ഈ സെമ്മിൽ തന്നെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ റോള് ചെയ്യുന്ന ആളുകളുടെ ലീഡർഷിപ്പ് സ്കില്ലിനെ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. NCCയുടെ ചില ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ കണ്ടു. ഇനി നമ്മൾ അവരെ കാണുന്ന അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ കുറിച്ചാണ്. അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത ലക്ഷ്യങ്ങൾ തന്നെയായിരിക്കും അതിൻ്റെ ഫങ്ഷൻസിൻ്റെ ആ കോൺടെക്സ്റ്റിൽ വരുന്നത്.
സോ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് മാത്രം ഒന്ന് പഠിച്ചാലും മതി. The important functions of NCCE are as follows. It functions as a center for cooperative leadership development. It caters to the training need of cooperative education, instructors, persons connected with the cooperative education and training. It designs corporate education training programs and faculty development programs for universities, colleges dealing with the subject of cooperation. It functions as a center for preparation, corporate education techniques and aids, and also it functions as a center for the promotion of corporate education. നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങൾ അവരുടെ ഫങ്ഷൻസ് ആയിട്ട് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഒബ്ജക്റ്റീവ്സ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ NCCE കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് സെക്കൻഡ് വിങ് ആയ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1962 ഇറ്റ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോപ്പറേഷൻ. ഇതൊരു ഓട്ടോണമസ് സൊസൈറ്റിയാണ്. And it is responsible for organizing, directing, monitoring and evaluating the arrangements for cooperative training for the employees working in the cooperative sector in the country. കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. They are organizing, directing, monitoring and evaluating the arrangements. അതിനെല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ NCCT ആണ്. അതിൻ്റെ മേജർ ലക്ഷ്യം എന്ന് പറയുന്നത് നീഡ് ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക ആൻഡ് ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് HRD, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് ഫോർ ദ കൺട്രി. ഇറ്റ് ഓൾസോ കണ്ടക്ട്സ് റിസർച്ച് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഏരിയാസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പം ഇതിൻ്റെ മേജറായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നീഡ് ബേസ്ഡ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ HRD, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റിസർച്ച് ഏരിയയും ഇവർ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നീഡ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെൻറ്റേഴ്സിന്, ഓരോ സെക്ടറുള്ള ആളുകൾക്കൊക്കെ ഏതെങ്കിലും മേഖലയിൽ അത്ര പ്രാവീണ്യമില്ല എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സീക്ക് ഫോർ ട്രെയിനിങ്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് ഇവരോട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ NCCTയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചാണ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് ഒരു 16 പോയിന്റ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാം തന്നെ കുറേയൊക്കെ സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇവിടെ ട്രെയിനിങ് ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. സോ ടു ഫോർമുലേറ്റ് ദി ഓവറോൾ പോളിസീസ് ആൻഡ് പ്ലാൻസ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ടു ഓർഗനൈസ് ആൻഡ് ഡിറക്റ്റ് arrangements for training employees in the cooperative department and cooperative institutions in the country. കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലായിട്ടും അവിടെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. Assess periodically the need for training of cooperative personnel in order to facilitate planning and designing of training arrangements. ഒരു ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒരു പ്രത്യേക പീരിയഡ് വെച്ചുകൊണ്ട് അവർ ഈ കോപ്പറേറ്റീവ് പേഴ്സൺസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് എപ്പോഴും അവർ അസസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ അപ്ഡേഷൻ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുന്നത് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അവർ ചിന്തിക്കുന്ന കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് വിലയിരുത്തുക. ഓരോ 6 months ഇവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ള കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം. To keep effective liaison with the government of India, finance institutions, universities, UGC, international agencies like ICA in matters related to cooperative training. ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട്, കോപ്പറേറ്റീവ് ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കുകളുമായിട്ട് നല്ലൊരു ബന്ധം, എഫക്റ്റീവ് ലൈസൺ, നല്ലൊരു ആത്മബന്ധം സൃഷ്ടിക്കുക എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആയിട്ടാണ് പറയുന്നത്. വീണ്ടും പറയുന്നു, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മാനേജ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത്തരത്തിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഏരിയ ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് കണ്ടക്ട് റിസർച്ച് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു സച്ച് പ്രോബ്ലംസ്. കോപ്പറേറ്റീവ് സെക്ടറിൽ എവിടെയാണ്, എന്താണ് പ്രശ്നമെന്ന് പഠിക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതും ഇവരുടെ ലക്ഷ്യമാണ്. ടു അറേഞ്ച് ഫോർ ട്രെയിനിങ് ഓഫ് ടീച്ചിങ് സ്റ്റാഫ് ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ
ട്രെയിനിങ് എടുക്കുന്ന അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാനായിട്ട് പോകുന്ന അധ്യാപകർ അല്ലെങ്കിൽ ട്രെയിനിങ് ഫാക്കൽറ്റി മെമ്പേഴ്സ് അവർക്ക് ട്രെയിനിങ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നാണ്. ടു മെയിൻറ്റെയിൻ ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ഇൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി ആൻഡ് സജസ്റ്റ് സിലബസ് ആൻഡ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഓൺ കോപ്പറേഷൻസ്. നമ്മുടെ ലൈബ്രറിയിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഈ പറയുന്ന കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഡിസൈൻ ചെയ്ത് തയ്യാറാക്കുക. ട്രെയിനിങ് പ്രോഗ്രാംസുകളിലെല്ലാം തന്നെ നല്ല സ്റ്റാൻഡേർഡിൽ അക്കാഡമിക് സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന NCCT പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇനിയും കുറേ ലക്ഷ്യങ്ങൾ പറയുന്നു. ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ഓൺ കോപ്പറേഷൻ ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് ഇൻ ദ കൺട്രി. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ആ പോയിന്റോട് ഉദ്ദേശിക്കുന്നത്. അഗെയിൻ to provide or to evaluate various courses in cooperative training and suggest measures for their improvements. നിലവിൽ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് കോഴ്സസുകൾ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ കോഴ്സസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അതിലെന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ടു അറേഞ്ച് ഫോർ പ്രൊവിഷൻ ഓൺ കൺസൾട്ടൻസി സർവീസസ് ടു കോപ്പറേറ്റീവ്സ് പർട്ടിക്കുലർലി ഓൺ പ്രോബ്ലംസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ സെമ്മിൽ പഠിക്കുന്ന കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൺസൾട്ടൻസി സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ടു എഡ്യൂക്കേറ്റ് ഫാമേഴ്സ് ആൻഡ് അറേഞ്ച് ട്രെയിനിങ് ടു അറ്റൈൻ മോഡേൺ സ്കിൽ ഓഫ് ഫാമിംഗ് ഇൻ കോപ്പറേഷൻ ഓഫ് ഈച്ച് അതർ. ഫാമേഴ്സിനെയും ഒക്കെ അവരെയും ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുക അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് സ്കില്ല്. അതായത് നമ്മളെപ്പോഴും ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഫാമിങ്ങിൽ നിന്നൊക്കെ മാറി മോഡേൺ മെത്തേഡ് ഓഫ് ഫാമിങ്ങിനെ കുറിച്ച് അവരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മോഡേൺ സ്കിൽസ് അവരിലോട്ട് ഇമ്പാർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും NCCT ലക്ഷ്യങ്ങളിലൊന്നാണ്. ടു അറേഞ്ച് ട്രെയിനിങ് ഫോർ സ്മോൾ സ്കെയിൽ ഓൺടർപ്രണേഴ്സ് പർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയാസ് ടു എൻകറേജ് cooperation among them and adopt cooperative methods to enhance their business. നമുക്കിവിടെ പാർട്ണർഷിപ്പ് ബിസിനസ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, കമ്പനി, HUF പോലുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസുകളുണ്ട്. പക്ഷേ സ്മോൾ ഓൺട്രപ്രണേഴ്സിനിടയ്ക്ക് കോപ്പറേറ്റീവ് മേഖലയിൽ തന്നെ, കോപ്പറേഷൻ എന്ന് പറയുന്ന ആ മേഖലയിൽ തന്നെ ചെറുകിട ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാനായിട്ടുള്ള ട്രെയിനിങ്, സ്മോൾ ട്രെയിനിങ്ങുകളൊക്കെ സ്മോൾ സ്കെയിൽ ഓൺട്രപ്രണേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും NCCT പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിട്ട് വരുന്നതാണ്. ഇനിയും കുറച്ച് ലക്ഷ്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ടു അറേഞ്ച് ഫോർ ട്രെയിനിങ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു എൻകറേജ്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ അമംഗ് other stakeholders of cooperative sectors in the country, to strive for making institutions of cooperative management as a center of excellence, and finally to do continuous research on cooperation in accordance with the change in technology, environment and requirements in the sector. അപ്പം കോപ്പറേറ്റീവ് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് കോപ്പറേറ്റീവ് സെക്ടേഴ്സിനെ നന്നായിട്ട് എൻകറേജ് ചെയ്യുക. കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രാപ്തമാക്കുക. അതോടൊപ്പം തന്നെ ടെക്നോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ള പ്രസൻറ്റ് സിറ്റുവേഷൻസ് അനുസരിച്ചുകൊണ്ടുള്ള പുതിയ മാറ്റങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ കോപ്പറേറ്റീവ് മേഖലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള റിസർച്ച്, കണ്ടിന്യൂസ് റിസർച്ച് നടത്തുക എന്നുള്ളതും NCCT പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ആണ് എന്നാണ് പറയുന്നത്. സോ ഇത്രയും ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങളതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു 10 എണ്ണമെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ലക്ഷ്യങ്ങൾ തന്നെയായിരിക്കും ഇതിൻ്റെ ഫങ്ഷൻസിൻ്റെ കാറ്റഗറിയിലും പറയാൻ പോകുന്നത്. സോ ഞാനത് വായിച്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ 2 സ്പ്ലിറ്റപ്പായിട്ടാണ് പറഞ്ഞിരുന്നത്. അതായത് NCUI എന്ന് പറയുന്ന വിങ്ങിനെ അത് 2ആയിട്ട് തിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് വരുന്ന വിങ്ങും നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്ന വിങ്ങും. ഈ 2 വിങ്ങും നമ്മൾ ഈ സെഷനിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.